ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കാട്ടോ. ഇന്ന് മദ്രസ ഇല്ലാത്തത് കാരണം അവർ കൊച്ചിനോട് ചാറ്റൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഒരു വെയിലായിരുന്നു, ഇന്ന് മഴയാണ് കേട്ടോ. അങ്ങനെ മക്കൾ ഉപ്പച്ചി പോണതൊക്കെ നോക്കി ഉപ്പച്ചിക്ക് അവർക്ക് വെച്ച് കൊടുത്ത് ടാറ്റ പറഞ്ഞ് ഉപ്പച്ചിനെ അവരങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കി പണിയിലേക്ക് അങ്ങോട്ട് ഏർപ്പെട്ട്, നമുക്ക് വീട്ടിലത്തെ ജോലി ഉണ്ടാവല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ച് അടുത്ത പണിയിലേക്ക് ഞാൻ നോക്കിട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കൂന്തൾ കിട്ടിയിരിക്കണം കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. ഈ വലിയ ചെമ്പട്ടിയാണ് കേട്ടോ, അത് നിറച്ചുണ്ട്. ഈ കൂന്തളിന് നമ്മളെ നാട്ടിൽ എന്താണ് കക്കൂന്ത, പെട്ടിക്കൂന്ത, വേറെ എന്തൊക്കെയോ പറയും തോന്നുന്നു. എന്താണ്, അങ്ങനെ ഞാനിത് മുറിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. ഒരുപാടുണ്ടല്ലോ, 2 ദിവസത്തേക്കാക്കി. കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ ഇന്നത്തേക്ക് മുറിച്ചെടുത്ത് ഏകദേശം അതിനോട് മല്ലിട്ട് ഈ പരുവത്തിലൊക്കെ ആക്കി എടുത്തേക്കണം കേട്ടോ. മുറിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ കൂന്തൾ പോലെ അല്ല കേട്ടോ. കുറച്ച് നീളമുള്ളൊരു കൂന്തളുണ്ടല്ലോ, അത് ഇത്ര അങ്ങനെ തൊലി കളയാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇത് ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിലുള്ള ആ മഷി ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ അതിങ്ങനെ. ഇപ്പോൾ കൂന്തളുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും കൂന്തളുണ്ട്. പിന്നെന്താണ്, അങ്ങനെ ഏകദേശം ഞാൻ ഈ പരുവത്തിലാക്കിട്ടോ മുറിച്ചെടുത്തിട്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെന്ത് കിട്ടുമല്ലോ. അല്ലാതെ നേരെ നമ്മൾ കറി വെക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാൻ നോക്കിയാൽ വെന്ത് കിട്ടൂല. കൂന്തളിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളാട്ടോ ഇത്. കൂന്തളിൻ്റെ ഉള്ളിൽ എന്താ പറയുക, പഞ്ഞീനൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കൂന്തളിൻ്റെ മുറിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറ് വെക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. നമ്മളിപ്പോഴത്തെ എല്ലാ അരികളിലും ഉണ്ട് തോന്നണം കേട്ടോ. ഈ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, ഈ വെള്ള കളറല്ല, ഈ വെള്ള അരി ഇപ്പം ഏകദേശം എല്ലാ അരികളിലും ഉണ്ട് തോന്നുന്നു. റേഷൻ അരിയിലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയിലൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ലതാണെന്നാണ് എല്ലാവരും പറയണത് കേട്ടോ. കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയണത്. എന്നാലും കഴുകുമ്പോൾ പോണതൊക്കെ പോയിക്കോട്ടെ നേരത്തെ ഞാൻ കളയലുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കിടക്കണത് അതിൻ്റെ ഉള്ളിൽ പെടും. കളയാൻ വേണ്ടിയിട്ട് കഴുകലുമില്ല, എന്നാലോ നമുക്ക് ആവശ്യം ഉണ്ടെച്ചിട്ട് അത് എടുക്കലുമില്ല. കഴുകുമ്പോൾ പോകണത് അങ്ങോട്ട് പോകും. അങ്ങനെ ചോറ് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കറിൽ വെച്ച കൂന്തൾ വെന്തിക്കണേ. അപ്പോൾ കൂന്തൾ ഇന്ന് ഫ്രൈ ആട്ടോ ചെയ്യണത്. കുറച്ചെടുത്ത് കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള സവാളം കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റിയെടുക്കണേ. പൊരിക്കാൻ നിൽക്കണില്ല കേട്ടോ. ഇന്നിപ്പോൾ ഫ്രൈ ആക്കുക ചെയ്യണത്. മറ്റേ കൂന്തളാകുമ്പോൾ കൂടുതലും ഞാൻ പൊരിക്കുക ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൊരിക്കുക ചെയ്യണത്. അപ്പോൾ ഏകദേശം നമ്മളെ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ചോറക്കലും കറി വെക്കലും കൂന്ത ഫ്രൈ ആക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ. റവാമോൻ ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ. അവനക്ക് പനിയാണ്. അവനക്ക് എന്താ അറിയില്ല, ഒരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. രണ്ടാമത്തോനെ പോയിക്കണത് സ്കൂളിലേക്ക്. ചെറുത് പിന്നെ ഉറങ്ങാണ്. അപ്പോൾ അവനക്ക് കഞ്ഞി കാണിച്ചു കൊടുക്കുകയാണ്. അവനക്ക് പനിയായത് കാരണം പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ചോറാകുമ്പോൾ അവരങ്ങനെ പനി വരുമ്പോഴൊന്നും വല്ലാണ്ട് അങ്ങനെ കഴിക്കൂല. ഇതാകുമ്പോൾ അങ്ങനെ വിശപ്പ് അങ്ങോട്ട് തീർന്നു കിട്ടുമല്ലോ. അപ്പോൾ അവനക്ക് കഞ്ഞിയൊക്കെ കാണിച്ചു കൊടുത്ത് ഇരിക്കുമ്പോഴത്തേനും നമ്മളെ ജയാമോന് ഉറങ്ങുന്നുണ്ട്. അവന് നീച്ചിക്കണം കേട്ടോ. അപ്പോൾ ആളവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ വിളിക്കുകയാണ്, നീച്ചിക്കണമെന്ന് പറയാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ മോൻ്റെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം, അവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ റബീമോന് സ്കൂളിട്ട് വന്ന് അവനക്ക് എന്താണ് സ്കൂളിൽ ഈ ചെടി കുഴിച്ചിട്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉഷാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അവർക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടാം. 2 ആൾക്കുണ്ട് കേട്ടോ സ്കൂളിൽ ഫോട്ടോ എടുത്ത് വിടാൻ.